തരുന്നില്ല. അത് നമുക്കറിയണ്ട. അത് നമ്മുടെ ശരി ശരി പൈസ പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അപ്പം ചോദിച്ചേട്ടെ. അപ്പം ചോദിച്ചാ നമ്മള് പണി എടുത്തില്ലെങ്കിൽ പൈസ തരണ്ടേ? നമ്മള് പണി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഹലോ ഗൈസ്, എഗെയിൻ ആർട്ടിസ്റ്റുകൾക്ക് പ്രശ്നമാണ്. ഇത് നമ്മുടെ വാഴിച്ചൽ മാരാവിള എന്ന് പറയുന്ന അത്യാവശ്യം ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന് പെർഫോം ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം ഇവിടെ DJ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് വന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ അടി നടക്കുമായിരുന്നു, നമുക്കറിയില്ല. സ്റ്റേജിന്റെ പുറത്ത് ഭയങ്കര അടിയായപ്പോൾ അവർ വന്നിട്ട് കമ്മിറ്റിയിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഓഫ് ചെയ്യുന്നത് പാട്ടിട്ടേക്കണം എന്നൊക്കെ ചോദിച്ച് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ പരിപാടി വൈൻഡപ്പ് ചെയ്തത്. ഞങ്ങൾ പെട്ടെന്ന് എടുത്തായിരുന്നു, കാരണം വെളിയിൽ അടി നടക്കുന്നുണ്ട്. അവരത് അകത്തോട്ട് അടി വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പോസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ പരിപാടിയൊക്കെ ഒരു പ്രോഗ്രാം വിളിച്ച് പ്രോഗ്രാം നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കാനും കമ്മിറ്റിക്കാർ ബാധ്യസ്ഥരാണ്. അവിടെ പുറത്ത് വെച്ച് അടി ഇടുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അടിയൊക്കെ നടക്കാനുള്ള സ്ഥലമാണ്. ഇന്ന് പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലമാണ്. പോലീസിന് പ്രൊട്ടക്ഷൻ മേടിച്ച് വെക്കണം, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഉത്സവ സീസണുകളൊക്കെ കഴിയാറായി, എന്നാലും ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഗാനമേളയൊക്കെ വരുമ്പോൾ അറിയാം, DJ പാട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ അറിയാം അടി ഉണ്ടാകുന്ന സ്ഥലം. ഗാനമേള എവിടെ ഉണ്ടോ അവരുടെ അടി ഉറപ്പാണ്. അത് വളരെ അപൂർവമായിട്ടുള്ള ഈ അടികളൊക്കെ കുറവുള്ള ഗാനമേളയേ ഉള്ളൂ. ഗാനമേള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും വന്നൊരു അടി ഉറപ്പാണെന്നുള്ളൊരു ഇപ്പോഴും ഉണ്ട് ആ രീതിയുണ്ട്. ഇപ്പോൾ DJ ഒക്കെ ആണെന്ന് പറയുന്നു. ഇവരൊക്കെ അന്നായിരുന്ന എന്നിരുന്നാൽ പോലും ഇവർക്കും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയും വളരെ ദൂരെ നിന്നൊക്കെ ആയിരിക്കും ട്രാവലിംഗ് ഒന്ന് ഉറക്കം ഉളച്ചിട്ടൊക്കെയാണ്. അവർക്ക് വേറെ ജോലികളും കാര്യങ്ങളുണ്ട്. അവർക്ക് കുടുംബമുണ്ട്. രാവിലെ എണീറ്റ് വേറെ പരിപാടിക്കോ വേറെ ജോലിക്കോ പോകുന്നുണ്ട്. അത് ഗാനമേള പ്രൊഫഷണലായിട്ട് എല്ലായ്പ്പോഴും പ്രോഗ്രാം കാണുന്നില്ല. ചിലപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടാകും, ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് പ്രോഗ്രാം പോകാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെയാണ് ഇതുപോലുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ വരുന്നത്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പരിഗണനയും ബുദ്ധിമുട്ടും മനസ്സിലാക്കി ആ പേയ്മെൻറ്റ് കൊടുക്കുക. അതിൻ്റെ ഒരു പേയ്മെൻറ്റ് തരില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും അതൊന്നും ശരിയായ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വിശ്വസിച്ച ഒരു പ്രോഗ്രാം, ഏത് പ്രോഗ്രാമായിട്ട് DJ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, എന്നാൽ പോലും അവർക്ക് കൊടുക്കാനുള്ള പണവും അപ്പോൾ അവർക്കൊരു സുരക്ഷയും കൊടുക്കേണ്ടത് ആ കമ്മിറ്റിയിലുള്ള അവിടുത്തെ ജനങ്ങൾക്കും ബാധ്യസ്ഥരാണ്.